10 ചോദ്യം ഞാൻ ചോദിക്കും. എന്റെ കാര്യം ഞാൻ ചോദിക്കണേ. അതിന്റെ അല്ലേ സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാണ്ട. അമ്മ പറയുന്ന ഉത്തരം ശരിയാണെന്ന് നോക്കാം. അത്രേ ഉള്ളൂ. നീ സത്യസന്ധമായ മറുപടി പറയാവൂ ഉണ്ണികൃഷ്ണ. നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? എന്നെ എത്ര അറിയാന്നുള്ളത് നോക്കാനാ. അമ്മാവന്റെ ക്വസ്റ്റ്യൻ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു കാര്യം. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ ഒരു കാര്യം എന്നാ? പെട്ടെന്ന് ദേഷ്യം വരും. റോഡിലൂടെയാണോ സൈക്കിൾ ഓടിക്കുന്നത്? എന്നാ കാര്യം വരുമ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നേ. എന്നാ കാര്യം പറഞ്ഞാലും ദേഷ്യം വരും. എന്ത് പറ്റിയടാ? ഒറ്റ കാര്യം പറയാവുള്ളൂ എനിക്ക് ദേഷ്യം വരണം. ദേഷ്യം വരുന്ന ഒരു കാര്യം. ദേഷ്യം എല്ലാത്തിനും ദേഷ്യമാ. എന്ന് ചോദിച്ചാ ഒന്നും മതി. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പണി ചെയ്ത് അത് കഴിഞ്ഞ് കുലുക്കാതെ. സുഹൃത്തെ പ്ലീസ് ശാന്തനാകും. പണി ചെയ്ത് കഴിഞ്ഞിട്ടും പണിയെല്ലാം ചെയ്തിട്ടും നീ ഇവിടെ ഒരു പണി ചെയ്തില്ലല്ലേ? ചുമ്മാ അങ്ങനെ പറഞ്ഞ ദേഷ്യം വരും. ദേഷ്യം വരും. ഈ ക്യാമറ അടക്കം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം ചെയ്ത് തീർക്കാം. എങ്ങനെ അനങ്ങാതിരുന്നോ? ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഇന്ന ടൈപ്പ് സിനിമ ഞാൻ എപ്പോഴും കാണും. പ്രേതപ്പടം. പ്രേതപ്പടം അല്ലാതെ ഞാൻ വേറെ പടം ഇഷ്ടപ്പെട്ടാണ്. പിന്നെ കോമഡിയുടെ. ഓക്കെ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ഞാൻ എപ്പോഴും പറയുന്ന 2 പേര് പറഞ്ഞു. ഒന്ന് ആൽബിൻ സാറും ഒന്ന് സൈജു സാറും. ഓ മൈ ഗോഡ്, ഇതൊരു കാണുന്നത്. ഓക്കെ. എപ്പോഴാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുക? എന്ത് കാര്യം ചെയ്യുമ്പോഴോ എടുക്കുമ്പോഴോ എന്ത് കാര്യം? ഞാൻ എപ്പോ സന്തോഷത്തോടെ ഇരിക്കുന്നത് അപ്പോഴല്ല അവള് സന്തോഷം. ഇനി അടുത്തത്, എന്ത് കാര്യം ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം? ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പറഞ്ഞ ഏറ്റവും ഞാൻ വഴക്കുണ്ടാക്കുന്നത് ആരോടാ? ചേട്ടായിടെ. ദേഷ്യവും സങ്കടമൊക്കെ എനിക്ക് വരാറുണ്ട്. ദേഷ്യം വരുമ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? സങ്കടം വരുമ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? ഒന്നും തുള്ളി ചാടിയാണ് ഒറ്റ പോകാം. പിന്നെ എന്നാ ചെയ്യുന്നത് ദേന്തമ്പരാന് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, മതി മതി. ആവശ്യം കൂടുതൽ കണ്ടിട്ട് തരുന്നുണ്ട്. തല്ലിയാൽ ശരിയാകുമെന്ന് വിശ്വാസം തോന്നുന്ന ഒരു സ്വഭാവം എന്റെ. തല്ലി കഴിഞ്ഞാൽ ശരിയാവും. ദൈവം അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറയണം, കീർത്തനയുടെ ഈ സ്വഭാവം നന്നാക്കി കൊടുക്കുക. ഒരൊറ്റ കാര്യം, സ്വഭാവം എന്നല്ലേ ഒരു കാര്യം ശരിയാക്കുക. എന്താ ഒരെണ്ണം ഒറ്റ ഒരെണ്ണം. ഈ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തർക്കിക്കുന്നു. ലൈൻ ഗഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. മതി. പിന്നെ സാകളെ കേരള ഫയർഫോഴ്സിനും ഇവരുടെ നാട്ടുകാർക്കും മണവാളാൻ ഫാൻസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.